നമസ്കാരം. വി ദ പീപ്പിൾ. ഇന്ന് എന്നോടൊപ്പം നീലിമയുണ്ട്, ഷമ്മി പ്രഭാകറുണ്ട്, ഒപ്പം തന്നെ അസിതയുണ്ട്. ഞങ്ങളിപ്പോൾ സംസാരിക്കാനിരിക്കുമ്പോൾ കേരള ഗവർണർ ശ്രീ ആരിഫ് മുഹമ്മദ് ഖാൻ അദ്ദേഹത്തിൻ്റെ അടുത്ത റോഡ് ഷോ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. കണ്ണൂരിൽ കരിങ്കൊടി കാണിച്ച വിദ്യാർത്ഥികൾക്ക് നേരെ അദ്ദേഹം വണ്ടിയിൽ നിന്ന് ഇറങ്ങി ചെല്ലുകയും അവിടെ തന്നെ നിലയുറപ്പിക്കുകയും വാഗ്വാദം നടത്തുകയും ചെയ്യുന്ന ഒരു നിമിഷങ്ങളിലാണ് ഞങ്ങളിത് ആരംഭിക്കുന്നത്. കഴിഞ്ഞ ദിവസം അദ്ദേഹം സംസ്ഥാന ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ഡോക്ടർ ആർ ബിന്ദുവിനെ ക്രിമിനൽ എന്ന് വിളിക്കുന്ന ഒരു കാഴ്ചയും നമ്മൾ കാണുകയുണ്ടായി. അങ്ങനെ ഗവർണറുടെ ചെയ്തിയും വാക്കുകളും നമുക്ക് മുന്നിൽ നിൽക്കുന്നു. ഈ വിഷയമാണ് ഞങ്ങൾ ഇന്ന് ചർച്ച ചെയ്യുന്നത്. നീലിമ, ഈ ഘട്ടത്തിൽ എന്താണ് പറയാവുന്നത്? യഥാർത്ഥത്തിൽ ക്രിമിനൽ ആരാണ് എന്ന് കേരളത്തിൻ്റെ പൊതുസമൂഹം വിലയിരുത്തിക്കൊണ്ടിരിക്കുകയാണ് ഈ നിമിഷം. നോക്കൂ, മട്ടന്നൂരിൽ കണ്ണൂർ എയർപോർട്ടിലേക്കുള്ള ഗവർണർ ആ യാത്രാമധ്യയാണ് വിദ്യാർത്ഥികൾ അദ്ദേഹത്തെ കരിങ്കൊടി കാണിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നത്. പക്ഷെ നോക്കൂ, ഗവർണർ നേരെ കാറിൽ നിന്നിറങ്ങി വലിയ സീൻ അവിടെ ക്രിയേറ്റ് ചെയ്തിരിക്കുകയാണ്. നമ്മൾ ഈ പരിപാടി ഇപ്പോൾ ഷൂട്ട് ചെയ്യുന്ന ഈ സമയത്ത് അവിടെ നാടകീയ സംഭവവികാസങ്ങൾ മട്ടന്നൂരിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. യഥാർത്ഥത്തിൽ ഈ ഗവർണർ ക്രിമിനൽ എന്ന് ഈ പൊതുസമൂഹത്തിലെ ആളുകളെ വിശേഷിപ്പിക്കുന്നത് ആദ്യത്തെ സംഭവമല്ല. ലോകം തന്നെ അറിയപ്പെടുന്ന ചരിത്രകാരനായ ഇർഫാൻ ഹബീബിനെയാണ് ആദ്യം ക്രിമിനൽ എന്ന് വിശേഷിപ്പിച്ചുകൊണ്ട് ഈ ക്രിമിനൽ വിളിക്ക് ഗവർണർ തുടക്കമിടുന്നത് എന്ന് നമുക്ക് കാണാൻ കഴിയും. പിന്നീട് SFI, ഗുണ്ടകൾ, അതുപോലെ കുട്ടക്കുരങ്ങന്മാർ എന്നൊക്കെയാണ് ഈ വിദ്യാർത്ഥി പ്രസ്ഥാനത്തെ അതിൻ്റെ നേതാക്കളെയെല്ലാം വിശേഷിപ്പിച്ചുകൊണ്ട് ഗവർണർ രംഗത്തിറങ്ങുന്ന ഒരു സാഹചര്യം കണ്ടത്. മറ്റൊന്ന്, കണ്ണൂർ ജനതയെ മൊത്തം അവഹേളിക്കുന്ന ഒരു സമീപനം ഗവർണറുടെ ഭാഗത്തു നിന്നുണ്ടായി. ഗുണ്ടകൾ എന്നാണ് കണ്ണൂർ ജനതയെ അദ്ദേഹം വിശേഷിപ്പിച്ചത്. അതുപോലെ ഗോപിനാഥ് രവീന്ദ്രൻ അദ്ദേഹത്തെയൊക്കെ ക്രിമിനൽ എന്ന് വിളിക്കുമ്പോൾ യഥാർത്ഥ ക്രിമിനൽ പ്രവൃത്തി ഈ സമൂഹത്തിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത് ആരാണ് എന്ന് അദ്ദേഹത്തിൻ്റെ വാക്കുകളിലൂടെ തന്നെ കേരളം വിലയിരുത്തപ്പെടുകയാണ് എന്നാണ് എൻ്റെ അഭിപ്രായം. ഷമി, ക്രിമിനൽ എന്ന് ഇദ്ദേഹം വിളിക്കുന്നത്, ഇദ്ദേഹം ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്തെങ്കിലും തരത്തിലുള്ള ഒരു പ്രവൃത്തി ഒരാൾ ചെയ്യുമ്പോൾ അതിൽ നിയമവിരുദ്ധത ഉണ്ട് എന്ന് അദ്ദേഹത്തിന് തോന്നിയാൽ അവരെ ക്രിമിനൽ എന്ന് വിളിക്കുകയാണ് ഇദ്ദേഹം ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇദ്ദേഹം നമുക്കറിയാം 15 സെനറ്റ് അംഗങ്ങളെ കേരള യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ഒരു ദിവസം യോഗത്തിന് എത്താതിരിക്കുന്നതിൻ്റെ പേരിൽ വിശദീകരണം പോലും ചോദിക്കാതെ പുറത്താക്കി, അവരെ ഡിസ്മിസ് ചെയ്തു, അവരുടെ അംഗത്വം റദ്ദാക്കി. പിന്നീട് ബഹുമാനപ്പെട്ട ഹൈക്കോടതി ഇടപെട്ടതിനെക്കുറിച്ച്, ഇദ്ദേഹത്തിൻ്റെ നിലപാട് തള്ളിയതിനെക്കുറിച്ച് ആ 15 പേരെയും തിരിച്ചെടുക്കുകയുണ്ടായി. അദ്ദേഹം ഗവർണർ, ചാൻസലർ എന്ന നിലയ്ക്ക് ഇറക്കിയ ഉത്തരവ് നിയമവിരുദ്ധമാണ് എന്ന് കോടതി പറഞ്ഞതിനെ തുടർന്നാണ് അവരെ തിരിച്ചെടുക്കേണ്ടി വന്നത്. നിയമവിരുദ്ധമായ ഒരു പ്രവൃത്തി ചെയ്തു എന്ന് ഇദ്ദേഹത്തിന് തോന്നുന്നവരെ ക്രിമിനൽ എന്ന് ഇദ്ദേഹത്തിന് വിളിക്കാമെങ്കിൽ നിയമവിരുദ്ധമാണ് ഒരു പ്രവൃത്തി എന്ന് ഹൈക്കോടതി വിലയിരുത്തിയ അദ്ദേഹത്തെ ക്രിമിനൽ എന്ന് വിളിക്കേണ്ടതല്ലേ? എന്തു തോന്നുന്നു? NBC, ഇന്ത്യയിലെ ഏറ്റവും സംഘടിതമായ വിദ്യാർത്ഥി പ്രസ്ഥാനം SFI, അവർ ഒരു മുദ്രാവാക്യം അവരുടെ എന്തുകൊണ്ട് ഗവർണർക്കെതിരായിട്ട് ഈ ഒരു സമരം എന്ന് വളരെ കൃത്യമായി വിശദീകരിച്ചിട്ടുണ്ട്. കേരളത്തിലെ സർവകലാശാലകളെ ഒരു കാരണവശാലും കാവ്യവൽക്കരിക്കാൻ അനുവദിക്കില്ല എന്നുള്ള കൃത്യമായ നിലപാട് SFI എടുക്കുകയും ആ മുദ്രാവാക്യത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് അവർ ഗവർണർക്കെതിരെ, ചാൻസലർക്കെതിരെ ഇത്തരമൊരു സമരവുമായി മുന്നോട്ട് പോകുന്നത്. കോടതി പോലും നേരത്തെ NBC പറഞ്ഞതുപോലെ ഗവർണറുടെ പല നിലപാടുകളും തെറ്റാണ് എന്ന് വളരെ വ്യക്തമായി പറയുകയാണ്. നിരന്തരമായി കോടതിയിൽ നിന്ന് തിരിച്ചടി വാങ്ങിച്ച് പോക്കറ്റിൽ പോകുന്ന ഒരു സമീപനം ഗവർണർ ഉണ്ടാവുകയാണ്. എന്നിട്ടും അദ്ദേഹത്തിൻ്റെ ഷോ അദ്ദേഹം അവസാനിപ്പിക്കുന്നില്ല. വിദ്യാർത്ഥികൾ ഉന്നയിക്കുന്ന കാര്യങ്ങൾ, അതായത് ആര് കൊടുത്ത ലിസ്റ്റിൽ നിന്നാണ് സെനറ്റിലേക്ക് ഇദ്ദേഹം ഈ പേരുകൾ കൊണ്ടുവരുന്നത്, ആ ചോദ്യത്തിന് ഇപ്പോഴും ഉത്തരവില്ല, അത് പറയുന്നില്ല. എന്താണ് ഇതിൻ്റെ മാനദണ്ഡം, അത് പറയുന്നില്ല. എന്നിട്ട് ഈ അന്യായത്തിനെ ചോദ്യം ചെയ്യുന്ന വിദ്യാർത്ഥികൾക്ക് നേരെ ക്രിമിനൽ അല്ലെങ്കിൽ അവർക്ക് ആ രീതിയിലുള്ള മോശപ്പെട്ട പദങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് വിദ്യാർത്ഥികളെ അപമാനിക്കുക, പിന്നെ വിദ്യാഭ്യാസ മന്ത്രിയെ അപമാനിക്കുക, സമൂഹത്തിൽ ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനങ്ങളിൽ ഇരിക്കുന്നവരെ എല്ലാം ഇല്ല കീലേരി അച്ചുവിനെ പോലെ ഒരു പിച്ചാത്തിയും കയ്യിലെടുത്ത് റോഡിലിറങ്ങി അപമാനിക്കുക എന്നുള്ളതാണ് ഇദ്ദേഹം സ്വീകരിക്കുന്ന ഒരു സമീപനം. അസിത, ഇതിലിപ്പോൾ NBC ചോദിച്ചൊരു ചോദ്യമുണ്ടല്ലോ, ഈ നിയമവിരുദ്ധ പ്രവൃത്തി നടത്തിയെന്ന് ഗവർണർ ആരോപിക്കുന്നവരെ ക്രിമിനൽ എന്ന് അദ്ദേഹം അഭിസംബോധന ചെയ്യുന്നു. അപ്പോൾ അവിടെ എന്താണ് നിയമവിരുദ്ധ പ്രവൃത്തി എന്നൊരു ചോദ്യം വരുന്നുണ്ട്.
കഴിഞ്ഞ ദിവസം നടന്ന സെനറ്റ് യോഗത്തിൽ പ്രോ ചാൻസലർ പങ്കെടുത്തതിനെതിരെയാണ്, അല്ലെങ്കിൽ പ്രോ ചാൻസലർ ആ യോഗത്തിൽ ഹെഡ് ചെയ്തതിനെയാണ് ഗവർണർ വിമർശിക്കുന്നത്, ക്രിമിനൽ എന്ന് വിളിക്കുന്നത്. വാസ്തവത്തിൽ ചാൻസലറായ ആരിഫ് മുഹമ്മദ് ഖാന്റെ നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഈ VC നിയമനവുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ കേരള സർവകലാശാല ഒരു സെനറ്റ് യോഗം വിളിക്കുന്നത്. കേരള സർവകലാശാല തന്നെയാണ് പ്രോ ചാൻസലർ എന്ന നിലയിൽ ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി R ബിന്ദുവിന് ഈ യോഗം സംബന്ധിച്ച് നിർദ്ദേശം നൽകുന്നത്. അതിന്റെ അടിസ്ഥാനത്തിൽ ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ഈ യോഗത്തിനെത്തുന്നു. ഇതിലെന്താണ് നിയമവിരുദ്ധ പ്രവൃത്തി? സർവകലാശാല അറിയിച്ചതിന്റെ അടിസ്ഥാനത്തിൽ പ്രോ ചാൻസലറും ചാൻസലറും സെനറ്റിലെ അംഗങ്ങൾ തന്നെയാണ് കേരള സർവകലാശാലയുടെ നിയമം അനുസരിച്ച്. അതെ, ഏകദേശം 106 അംഗങ്ങളാണ്, 106ഓളം അംഗങ്ങൾ. അതിൽ ചാൻസലറും പ്രോ ചാൻസലറും അംഗങ്ങളാണ്. അതിൽ സർവകലാശാല പറഞ്ഞതിനനുസരിച്ച് പ്രോ ചാൻസലർ എത്തുന്നു. ഇനി എത്തിയ ശേഷം ആ യോഗത്തിൽ ചാൻസലർ ഇല്ല. അപ്പോൾ ചാൻസലറുടെ അഭാവത്തിൽ ആ യോഗത്തെ ഹെഡ് ചെയ്യേണ്ടത് പ്രോ ചാൻസലർ തന്നെയാണ്. അതാണ് നിയമം. അല്ല, അതവിടെ അസിത, അത് വ്യക്തതയ്ക്ക് വേണ്ടി നമ്മൾ കൂട്ടിച്ചേർക്കണം. സാധാരണ യോഗങ്ങൾ വിളിക്കുന്നത് VC ആണ്, അവരുടെ രജിസ്ട്രാറിന്റെ നടപടിക്രമങ്ങളിലൂടെ യോഗം വിളിക്കുന്നത്. അങ്ങനെ യോഗം വിളിച്ചാൽ VCക്ക് അധ്യക്ഷത വഹിക്കാം. VC ആണ് അധ്യക്ഷത വഹിക്കേണ്ടത്. എപ്പോൾ ചാൻസലർ ഒരു യോഗത്തിലേക്ക് കടന്നു വരുന്നുവോ, ഒരു സെനറ്റ് യോഗത്തിലേക്ക് താൻ ഇരിക്കേണ്ടതുണ്ട് എന്ന് തോന്നി ചാൻസലർ എത്തുന്നുവോ, അദ്ദേഹത്തിന് അധ്യക്ഷത വഹിക്കാം. അദ്ദേഹം ഇല്ല, പകരം പ്രോസ് ചാൻസലർ ഒരു ദിവസം എത്തിയിരിക്കുന്നു. അവരും എല്ലാ സെനറ്റ് യോഗത്തിലും പങ്കെടുക്കാറില്ല. വിദ്യാഭ്യാസ മന്ത്രിയാണ് പ്രോസ് ചാൻസലറായിട്ട് വർക്ക് ചെയ്യുന്നത്. ആ പ്രോസ് ചാൻസലർ എത്തിയാൽ അവർക്കും അധ്യക്ഷ ആയി ഇരിക്കാം. അതെ, ചാപ്റ്റർ 3-ൽ 8.2 കേരള യൂണിവേഴ്സിറ്റി ആക്ട് ചാപ്റ്റർ 3-ലെ 8.2-ൽ പറയുന്നുണ്ട്. അത് ഇൻ ദ ആബ്സെൻസ് ഓഫ് ദി ചാൻസലർ ഓർ ഡ്യൂറിംഗ് ഹിസ് ഇനബിലിറ്റി ടു ആക്ട്, ദി പ്രോ ചാൻസലർ ഷാൾ എക്സർസൈസ് ഓൾ ദി പവർ ആൻഡ് പെർഫ്യൂം ഓൾ ദി ഫങ്ഷൻസ് ഓഫ് ദി ചാൻസലർ എന്നാണ്. ആ നിയമം അനുസരിച്ചാണ് അവരിരുന്നത്. അത് ചട്ടപ്രകാരമാണ്, നിയമാനുസൃതമാണ്, ചോദ്യം ചെയ്യാൻ പറ്റാത്തതാണ്. ആ സാന്നിധ്യത്തെ, ആ ആധ്യക്ഷത്തെ ആണ് ഇദ്ദേഹം ചോദ്യം ചെയ്യുന്നത്. ഇദ്ദേഹത്തിന് കേരള സർവകലാശാല നിയമം മുഴുവൻ അറിയണം എന്ന് നമ്മൾ വാശി പിടിക്കുന്നില്ല. പക്ഷേ നിർഭാഗ്യവശാൽ അദ്ദേഹം ചാൻസലറാണ്. അതുകൊണ്ട് തന്നെ അറിഞ്ഞിരിക്കേണ്ടതാണ്. അല്ലെങ്കിൽ തന്നെ നിയമോപദേശം എടുത്ത് സംസാരിക്കേണ്ടതാണ്. അദ്ദേഹം സ്വന്തം മനോരോഗത്തിൽ നിന്നോ ഭ്രാന്തിൽ നിന്നോ നിയമോപദേശം സ്വീകരിക്കുന്നുണ്ടോ എന്ന് നമുക്ക് ഈ ഉപദേശം കൊടുക്കുന്നവർ ഒന്നുകിൽ ഈ വിദ്യാഭ്യാസ വകുപ്പിനെയോ അല്ലെങ്കിൽ വിദ്യാഭ്യാസ മന്ത്രിയെയോ ഇതുമായി ബന്ധപ്പെടുത്തുന്നില്ല. ഇത് ഗവർണർക്ക് മാത്രമുള്ള ഒരു സംവിധാനമാണെന്നും ഗവർണർക്ക് മാത്രമേ ഇതിൽ ഇടപെടാൻ പറ്റൂവെന്നും ആരൊക്കെയോ ഇദ്ദേഹത്തെ തെറ്റിദ്ധരിപ്പിക്കുകയും ഇദ്ദേഹം അതനുസരിച്ച് ആടുന്ന ഒരു പാവയായി ഈ യോഗത്തിൽ സംഭവിച്ചത് ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ഈ യോഗത്തെ അട്ടിമറിക്കാൻ ശ്രമിച്ചു എന്നാണ് ആക്ഷേപം. വാസ്തവത്തിൽ യോഗത്തിന്റെ അജണ്ട വായിക്കുന്നത് തന്നെ ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയാണ്. അപ്പോൾ ഈ അജണ്ട മുന്നിലേക്ക് വരുമ്പോൾ വൈസ് ചാൻസലർ നിയമനത്തിൽ നാമനിർദ്ദേശം, അതായിരുന്നല്ലോ അജണ്ട, അത് പാടില്ല എന്ന് അവിടെ കൂടിയിരുന്ന ഇടത് സെനറ്റ് അംഗങ്ങൾ പറയുന്നു. അതിന്റെ അടിസ്ഥാനത്തിലാണ് പിന്നീട് അവിടെ ഒരു പ്രമേയം കൊണ്ടുവരികയും അത് പാസ്സായി എന്ന് അവർ പറയുന്നു. ആ നിലയിൽ കാര്യങ്ങൾ ഭൂരിപക്ഷത്തിന്റെ പാസ്സാവുകയും ചെയ്യുന്നത്. അപ്പോൾ ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ഏത് നിലയിൽ യോഗത്തെ അട്ടിമറിക്കാൻ ശ്രമിച്ചു എന്നതിന് ഉത്തരമില്ല. ഉന്നത വിദ്യാഭ്യാസ മന്ത്രി എന്തുകൊണ്ട് പങ്കെടുക്കരുതെന്ന് നിങ്ങൾ പറയുന്നു എന്ന് നിങ്ങൾ ചോദിക്കുമ്പോൾ അവർ പറയുന്നത് ചാൻസലറുടെ അഭാവത്തിൽ പങ്കെടുക്കാൻ പാടില്ല. പക്ഷെ പങ്കെടുക്കാമെന്ന് നിയമം തന്നെ പറയുന്നു. മാത്രമല്ല, ഒറ്റ അജണ്ട വെച്ച് VC വിളിച്ച ആ അജണ്ടയിലാണ് ക്രമക്കേട് കിടക്കുന്നത്. അതാണ് ചട്ടവിരുദ്ധമായിട്ടുള്ളത്. അപ്പോൾ ആ കാര്യത്തിൽ പറയുന്നത് സെനറ്റിന് ഒരു അംഗത്തെ അങ്ങനെ നിയോഗിക്കാൻ ഇപ്പൊ കഴിയില്ല. അതാണ് ഭൂരിപക്ഷം സെനറ്റ് അംഗങ്ങളുടെ നിലപാട്. അത് തന്നെയാണ് നിയമാനുസൃതമായിട്ടുള്ളതും. ഈ പ്രമേയം റദ്ദാക്കാൻ ഗവർണർക്ക് അധികാരമുണ്ട് എന്നുള്ള രീതിയിലാണ് അദ്ദേഹം ഇപ്പോൾ. അതായത് ഈ ചാൻസലർ എന്ന നിലയ്ക്ക് ഗവർണർക്ക് ഒരുപാട് അധികാരങ്ങൾ സർവകലാശാല നിയമം കൽപ്പിക്കുന്നുണ്ട്. പക്ഷേ ഗവർണർ ഇപ്പോൾ ചാൻസലർ എന്ന് പറയുമ്പോൾ ബ്രാക്കറ്റിൽ ഡിസ്പ്യൂട്ടഡ് എന്ന് കൂടി കൂട്ടിച്ചേർക്കേണ്ട അവസ്ഥയുണ്ട്. ഗവർണറെ ചാൻസലറാക്കിയത് കേരള നിയമസഭ പാസാക്കിയ ഒരു നിയമമാണ്. അതേ നിയമസഭ തന്നെ ഇനി ഗവർണർ ചാൻസലറായിട്ട് ഇരിക്കേണ്ടതില്ല എന്നൊരു നിയമം പാസാക്കിയിട്ടുണ്ട്. ആ നിയമമാവാത്തത്, ആ ബില്ല് നിയമമാവാത്തത് ഗവർണർ അതിൽ ഇരിക്കുന്നതുകൊണ്ടാണ്. ഗവർണർ ഒരു തൽപര കക്ഷിയാണ്. തനിക്ക് ചാൻസലറായി തുടരണം എന്ന് താല്പര്യമുള്ളതുകൊണ്ട് നിയമാനുസൃതം ഈ നിയമത്തിൽ ഇത് ഒപ്പിട്ട് നിയമം അംഗീകരിക്കാൻ ഗവർണർ തയ്യാറായില്ല. പകരം അത് സുപ്രീം കോടതിയിൽ ചോദ്യം ചെയ്യപ്പെടുന്ന ഘട്ടം എത്തിയപ്പോൾ രാഷ്ട്രപതിക്ക് അയച്ചു കൊടുക്കുകയാണ്. അപ്പോൾ അദ്ദേഹം ചാൻസലറാണ്. പക്ഷേ ആ ചാൻസലർ ചാലഞ്ചറായിട്ടുള്ള ഒരു ചാൻസലർ പദത്തിലാണ് അദ്ദേഹം ഇരിക്കുന്നത്. വെല്ലുവിളിക്കപ്പെട്ട, ഡിസ്പ്യൂട്ടഡ് ആയിട്ടുള്ള, വിവാദത്തിൽ നിൽക്കുന്ന ഒരു ചാൻസലർ പദവിയിൽ ഇരുന്നു കൊണ്ടാണ് അദ്ദേഹം ചാൻസലറുടെ ദുരധികാരങ്ങൾ കൈയാളുന്നത്. NBC നമ്മൾ ഈ ഇദ്ദേഹത്തിൻ്റെ പ്രവൃത്തിയെ
ഇവർ പിന്നെ കേന്ദ്ര സർക്കാരിൻ്റെ ആദ്യം മുതലുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങളോടുള്ള സമീപനം കൂടി വെച്ചിട്ട് വേണം വായിക്കാൻ. JNUവിലാണ് ഇവർ കൈവെക്കുന്നത്. പിന്നീട് ജാമ്യ മിലിയ, അങ്ങനെ എടുത്തു നോക്കിയാൽ ഇന്ത്യയിലെ എല്ലാ, എന്തിനു പറയുന്നു, പൂനെ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ട് മുഴുവൻ അവർ കൈയടക്കി കഴിഞ്ഞല്ലോ. അങ്ങനെ പ്രസ്റ്റീജിയസ് ആയിട്ടുള്ള എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലും അവിടെ കാവ്യവൽക്കരണം നടപ്പാക്കാൻ വളരെ കൃത്യമായ ഒരു അജണ്ട. അപ്പം കേരളം അത് തന്നെയാണ് കേരളത്തിൽ ഗവർണർ നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നത്. ഇതിനെതിരെയാണ് ഇവിടുത്തെ വിദ്യാർത്ഥി സമൂഹം പ്രതികരിക്കുന്ന അവസ്ഥയുണ്ടായത്. ആ താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ, ഈ കേരളത്തിന്റെ താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ പ്രതിജ്ഞാബദ്ധമായ ഒരു സർക്കാരാണ് നമ്മുടെ സംസ്ഥാനത്തുള്ളത്. അതുകൊണ്ട് തന്നെ ഈ സെനറ്റ് യോഗവുമായി ബന്ധപ്പെട്ട് എനിക്ക് തോന്നിയത് വളരെ കൃത്യമായി സർക്കാരിൻ്റെ ഒരു ഇടപെടൽ ഇക്കാര്യത്തിലുണ്ടായി. അതായത് ചാൻസലറാണ് ഈ യോഗം വിളിക്കണമെന്ന് വൈസ് ചാൻസലറോട് നിർദ്ദേശിക്കുന്നത്. കാരണം അദ്ദേഹത്തിന് ചാൻസലർ പദവിയിലിരുന്നുകൊണ്ട് അദ്ദേഹത്തിന് ചില അജണ്ടകൾ പൂർത്തീകരിക്കേണ്ടതുണ്ടായിരുന്നു. അത് VC മോഹനൻ കുന്നുമ്മലിനെ കൊണ്ട് നടപ്പാക്കാൻ ശ്രമിച്ചു. അത് വളരെ കൃത്യമായി സർക്കാർ തടഞ്ഞ ഒരു സാഹചര്യം ഉണ്ടായി. വളരെ കൃത്യമായ ഒരു ജനകീയ സർക്കാരിൻ്റെ ഇടപെടലാണ് കഴിഞ്ഞ ദിവസത്തെ സെനറ്റ് യോഗത്തിൽ നമുക്ക് കാണാൻ കഴിഞ്ഞതും. ഇത്രയേറെ വലിയ ഡിസ്പ്യൂട്ടിലേക്ക് അത് പോയതും അതിൻ്റെ ബേസിക് റീസൺ എന്ന് പറയുന്നത് സർക്കാരിൻ്റെ ഇടപെടൽ തന്നെയാണ്. നീലിമ, ഈ പൂന ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ഡയറക്ടർ സുരേഷ് ഗോപിയാണ്. അങ്ങനെ എവിടെ ആ രീതി വിദ്യാഭ്യാസ രംഗം കാവ്യവൽക്കരിക്കുന്നു എന്ന എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആ വാക്കുകൊണ്ട് മാത്രം ഇതിൻ്റെ അർത്ഥവും അനർത്ഥവും അപകടവും ജനങ്ങൾക്ക് മനസ്സിലാവുമോ എന്നെനിക്ക് സംശയമുണ്ട്. വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ വല്ല സാങ്കേതിക ശാസ്ത്രം മാത്രം പഠിപ്പിച്ചാൽ മതി. അതോടൊപ്പം കഴിയുന്നത്ര അന്ധവിശ്വാസങ്ങളും ചരിത്രവിരുദ്ധതയും കൂടി വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ പഠിപ്പിച്ചോട്ടെ. വിദ്യാഭ്യാസ സ്ഥാപനത്തിന് പുറത്ത് അന്ധവിശ്വാസങ്ങളിലും പ്രാകൃതമായിട്ടുള്ള ആചാരങ്ങളിലും മറ്റേ സ്പർദ്ധയിലും ഒക്കെ ജനങ്ങൾ നടക്കട്ടെ. അങ്ങനെ ഒരു ജനതയെ കെട്ടിപ്പടുക്കാനാണ് ഇന്ത്യൻ ഭരണാധികാരികൾ ശ്രമിക്കുന്നത്. ഒരിടത്ത് സാങ്കേതിക പഠനം മാത്രം നടക്കുന്നു, മറുവശത്ത് മതം എന്ന പേരിൽ ഇവർ കയ്യിൽ വെച്ചുകൊണ്ടിരിക്കുന്ന മതാഭാസം അത് നടപ്പാക്കാൻ ശ്രമിക്കുന്നു. അങ്ങനെ ഒരു ജനതയെ മുഴുവൻ അന്ധകാരത്തിലേക്ക് നയിക്കുന്ന ഒരു വിദ്യാഭ്യാസ നയമാണ് നമ്മൾ ഈ കാവ്യവൽക്കരണം എന്ന് പറയുന്ന വാക്കിൻ്റെ അടിയിൽ വിശദീകരിക്കപ്പെടുന്നത്. ഇപ്പം BJP അധികാരത്തിൽ വരുന്നതിന് മുമ്പ് ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഇപ്പം JNU ആയാലും അതുപോലുള്ള ഏത് യൂണിവേഴ്സിറ്റി എടുത്താലും അവിടെ RSSന്റെ വിദ്യാർത്ഥി സംഘടനകൾക്ക് സത്യം പറഞ്ഞാൽ ഒരു റോളും ഉണ്ടായിരുന്നില്ല. പിന്നീട് ഇവർ ഓരോരോ തന്ത്രങ്ങളിലൂടെ JNU അടക്കമുള്ള ഗുണ്ടായിസം, അതായത് ഈ ഗവർണർ ഇപ്പോൾ കേരളത്തിൽ കാണിക്കുന്ന അതേ ഷോ അല്ലെങ്കിൽ അതേപോലുള്ള ഓരോ ഗുണ്ടകളെ ഓരോ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലേക്ക് അയച്ചുകൊണ്ട് അവിടെ അവരുടെ അധികാരം അവർ സ്ഥാപിക്കുകയാണ്. JNUവിൽ ഓരോ നിയമങ്ങളിൽ ഇങ്ങനെ കൊണ്ടുവന്നു. വിദ്യാർത്ഥികൾക്ക് പ്രതിഷേധിക്കാനുള്ള അവകാശമില്ല ഇപ്പോൾ JNUവിൽ. മാത്രമല്ല, കഴിഞ്ഞ ദിവസം ഗവർണർ നടത്തിയ വളരെ അപകടകരമായൊരു പരാമർശം ഞാൻ ശ്രദ്ധിക്കുകയുണ്ടായി. നിലമേലിൽ തന്നെ തടഞ്ഞ് കേസിൽപ്പെടുത്തപ്പെട്ട വിദ്യാർത്ഥികളിൽ 7 പേർ PFI പോപ്പുലർ ഫ്രണ്ടിന്റെ പ്രവർത്തകരാണ് എന്ന് അദ്ദേഹം ആരോപിച്ചിരിക്കുകയാണ്. നോക്കൂ, അദ്ദേഹത്തിനെതിരെ പ്രകടനം നടത്തിയതിന്, അദ്ദേഹം തന്നെ ബഹളം കൂട്ടിയതിനെ തുടർന്ന് 12 പേർക്കെതിരെ കേസെടുത്തിട്ടുണ്ട്. അതിൽ 7 പേരെ ആരാണ് എന്ന് പേരെടുത്ത് പറഞ്ഞ് അവർക്കെതിരെ FIR ഇടുകയും അവരെ കോടതിയിൽ കൊണ്ടുപോവുകയും റിമാൻഡ് ചെയ്യുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. ഈ 12 പേരിൽ 6 പേർ ന്യൂനപക്ഷ മതത്തിൽ പെട്ടവരാണ്, ഇസ്ലാം മതത്തിൽ ജനിച്ചവരാണ്. അവരെയാണ് അദ്ദേഹം ക്രിമിനൽ എന്ന് പോപ്പുലർ ഫ്രണ്ടുകാര് എന്ന് പറഞ്ഞിരിക്കുന്നത്. SFIയുടെ നേതാക്കളാണ്. SFIയുടെ നേതാക്കൾ എന്ന് പറഞ്ഞാൽ SFIയുടെ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം, SFIയുടെ ജില്ലാ കമ്മിറ്റി അംഗങ്ങൾ, അങ്ങനെയാണ് 5ഉം 1ഉം 6 പേരുള്ളത്. ഒരാൾ കൂടിയുണ്ട്, കേസെടുക്കപ്പെടാത്ത SFIയുടെ ഒരു സംസ്ഥാന കമ്മിറ്റി അംഗം ആ സ്പോട്ടിലുണ്ടായിരുന്നു. അദ്ദേഹത്തെ ആയിരിക്കാം 7ാമതായി അദ്ദേഹം ഉദ്ദേശിക്കുന്നത്. ആസിഫ് എന്ന് പറയുന്ന ജില്ലാ സെക്രട്ടറി അംഗം, ഫയസ് എന്ന് പറയുന്ന ജില്ലാ കമ്മിറ്റി അംഗം, ബുഹാരി എന്ന് പറയുന്ന ജില്ലാ കമ്മിറ്റി അംഗം, അബ്സൽന എന്ന് പറയുന്ന ജില്ലാ കമ്മിറ്റി അംഗം, ഉവൈസ് എന്ന് പറയുന്ന ജില്ലാ കമ്മിറ്റി അംഗം, മുസാഫിർ എന്ന് പറയുന്ന ജില്ലാ കമ്മിറ്റി അംഗം. ഇവരുടെ ജന്മമാണോ ഇവരുടെ ശാപം? ആർക്കും കയറി തീവ്രവാദികൾ എന്ന് വിളിക്കാവുന്ന, പോപ്പുലർ ഫ്രണ്ട്കാർ എന്ന് വിളിക്കാവുന്നതാണോ ഒരു മതത്തിൽ
ജനിച്ചു വീഴുക എന്നത്. കേരളം അത് ചർച്ച ചെയ്യേണ്ടതുണ്ട്. ആ സംസ്ഥാന കമ്മിറ്റി അംഗത്തിൻ്റെ പേര് അദ്ദേഹത്തെ ലിസ്റ്റ് ചെയ്യാത്തതുകൊണ്ട് ഞാൻ പറയുന്നില്ല. അദ്ദേഹവും ഇസ്ലാം മതവിശ്വാസത്തിൽ ജനിച്ചതാണ്. അസിത പറയൂ, എന്താണ് ഒരു മതത്തിൽ ജനിച്ചു വീണാൽ അവരെ ഒരു അധികാര സ്ഥാനത്ത് ഇരുന്നു കൊണ്ട്, ഭരണഘടനാദത്തമായ ഒരു അധികാര കസേരയിൽ ഇരുന്നു കൊണ്ട് ഒരാൾക്ക് തീവ്രവാദിയെന്നോ പോപ്പുലർ ഫ്രണ്ടുകാരനെന്നോ ആരോപിക്കാൻ ഈ നാട്ടിൽ കഴിയുമോ? വളരെ അപകടകരമായ ഒരു സ്ഥിതിവിശേഷത്തിലൂടെ നമ്മൾ കടന്നു പോകുന്നു എന്നതിന്റെ കൂടി ഒരു സൂചനയാണിത്. ഒരാളുടെ ഐഡന്റിറ്റി നോക്കി അയാളുടെ മേൽ ചില ചാപ്പകുത്തലുകൾ. ഇവിടെ ഇപ്പോൾ നമുക്കറിയാം PFI എന്നത് നിരോധിത സംഘടനയാണെന്ന് അറിയാം. അപ്പോൾ അങ്ങനെ ഒരു ആരോപണത്തിലേക്ക് അതിന്റെ ആ ഒരു ആരോപണത്തിന്റെ കരുനീടലിൽ SFI എന്നൊരു സംഘടന ആകെ നിർത്താൻ ശ്രമിക്കുകയാണ്. ഇപ്പോൾ PFIയുടെ പിന്തുണയോട് കൂടി SFI സമരം നടത്തുന്നു എന്ന് പറയുമ്പോൾ അതിന്റെ ഒരു ഗ്രാവിറ്റി എത്രമാത്രം വലുതാണ്. മാത്രമല്ല, ഒരു പത്രം കാവ്യപത്രം അതിൻ്റെ പേരിൽ, ആ പരാമർശത്തിൻ്റെ പേരിൽ മുഖപ്രസംഗം എഴുതിയിരിക്കുന്നു. ഇവിടേക്കാണ്, എങ്ങോട്ടാണ് നമ്മളെ കൊണ്ടുപോകുന്നത്? അദ്ദേഹം ഈ പരാമർശത്തിലൂടെ തൻ്റെ സത്യപ്രതിജ്ഞ ലംഘിച്ചിരിക്കുകയല്ലേ എന്നൊരു ചോദ്യം ഞാൻ ചോദിക്കുകയാണ്. സത്യപ്രതിജ്ഞ ലംഘിച്ചിരിക്കുകയാണല്ലേ? ഇന്ത്യൻ ഭരണഘടനയോട് കൂറുപിടുത്തിക്കൊണ്ട്, നിയമത്തോട് വിധേയത്വം കാണിച്ചുകൊണ്ട് ഞാൻ കേരളത്തിലെ ജനങ്ങളെ സേവിക്കാം എന്നൊരു സത്യപ്രതിജ്ഞയാണ് അദ്ദേഹം എടുക്കുന്നത്. അദ്ദേഹം പറയുന്നത് പോലെ രാഷ്ട്രപതിക്ക് മാത്രം കീഴ്പ്പെട്ടൊന്നുമല്ല പ്രവർത്തിക്കുന്നത്. അദ്ദേഹം ഹൈക്കോടതി ചീഫ് ജസ്റ്റിസിൻ്റെ മുമ്പിലാണ് സത്യപ്രതിജ്ഞ ചെയ്യുന്നത്. ആ സത്യപ്രതിജ്ഞയുടെ ലംഘനമല്ലേ ആരിഫ് മുഹമ്മദ് ഖാൻ എന്ന ഈ ഗവർണർ കസേരയിലിരിക്കുന്ന വ്യക്തി നടത്തിയിരിക്കുന്നത് എന്നൊരു ചോദ്യം ഞാൻ ഉന്നയിക്കുക. ഈ മുസ്ലിം സമുദായത്തിൽപ്പെട്ടവർ അവർ നെഞ്ചു വിരിച്ച് അവർ ദൃഢനിശ്ചയത്തോടുകൂടി മുന്നോട്ട് പോകുന്നത് ഈ പറയുന്ന ഹിന്ദു വർഗീയ ഫാസിസ്റ്റുകൾക്ക് തീരെ ഇഷ്ടപ്പെടുന്ന ഒരു കാര്യമല്ല. ഇപ്പം നമ്മൾ ഈ പറഞ്ഞ പോലെ ഈ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലെല്ലാം ഇവരുടെ ഏറ്റവും വലിയ പ്രശ്നം ഈ മതന്യൂനപക്ഷങ്ങളിൽപ്പെട്ട ഈ വിദ്യാർത്ഥികൾക്ക് സ്വതന്ത്രമായി പഠിക്കാനും അവർക്ക് ഉയർന്നു വരാനുമുള്ള സാഹചര്യം ഈ പറയുന്ന പ്രസ്റ്റീജിയസ് ആയിട്ടുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലെല്ലാം ഉണ്ട് എന്നുള്ളതാണ്. അതിനെ ഇല്ലാതാക്കുക എന്നുള്ളത് അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ പ്രഖ്യാപിത ലക്ഷ്യം തന്നെയാണ്. അതിന് അവർ ഈ പറയുന്ന പോലെ, നമുക്കറിയാം JNUവിൽ ഇപ്പോഴും ജയിലിൽ കിടക്കുന്ന എത്രയോ സ്റ്റുഡൻസ് ഇപ്പോഴും ഉണ്ട്. അല്ല, JNUവിലെ അടക്കം എനിക്കറിയാവുന്ന വിദ്യാർത്ഥി സുഹൃത്തുക്കൾ ഇതുപോലെ അവിടെ ജയിലിൽ കിടക്കുകയാണ്. അവരെ പുറത്ത് വിട്ടിട്ടില്ല. എന്തിന് കനയ്യകുമാറിനെ പോലും തീവ്രവാദി എന്ന് പറഞ്ഞുകൊണ്ട് എത്രയോ കാലം. അപ്പം അവർക്കറിയാം ഇവരൊന്നും അങ്ങനെ ഒരു ത്രെട്ടൊന്നുമല്ല. പക്ഷേ ഒരു കാരണവശാലും ഇത്തരം ലിബറൽ ചിന്താഗതിക്കാർ നമ്മുടെ പ്രസ്റ്റീജിയസ് ആയിട്ടുള്ള ക്യാമ്പസുകളിൽ ഉണ്ടാകാൻ പാടില്ല എന്ന തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിൽ മുന്നോട്ട് പോകുന്നത്. അതുകൊണ്ടാണ് ഈ PFI പോലുള്ള പ്രയോഗങ്ങൾ. ഈ ഒരു തലമുറ ചിന്തിക്കാൻ തുടങ്ങിയാൽ അതിന്റെ അപകടം ഏറ്റവും നന്നായി തിരിച്ചറിയുന്നത് സംഘപരിവാറുകാരാണ്. നമ്മൾ തുറന്ന് ചിന്തിക്കുകയും വിശാലമായ ഒരു ലോകത്തിൽ ഇടപെടുകയും ചെയ്യുന്നതിന്റെ അപകടം അവർ മനസ്സിലാക്കുന്നുണ്ട് എന്നുള്ളതാണ് അതിന് മുൻപ് തന്നെ ഇതിന് തടയിടാനുള്ള നീക്കങ്ങളിലൂടെ നടക്കുന്നത്. ഇപ്പോൾ സർവകലാശാല സെനറ്റിലേക്ക് സംഘപരിവാറുകാരെ തിരികെ കയറ്റുന്നതടക്കം അതിന്റെ തുടർച്ചയാണ്. നമുക്കറിയാവുന്നതുപോലെ ഇപ്പോൾ NCERTയുടെ പുസ്തകങ്ങളിൽ, പാഠപുസ്തകങ്ങളിൽ ഇന്ത്യയുടെ ചരിത്രത്തെ തന്നെ തിരുത്തി സംഘപരിവാർ ചരിത്രം അല്ലെങ്കിൽ അവർക്ക് അനുകൂലമാകുന്ന തരത്തിൽ രാജ്യത്തിന്റെ ചരിത്രത്തെ തിരുത്തിയെഴുതാനുള്ള ശ്രമം നടക്കുന്നു. അപ്പോൾ ഇങ്ങനെ സർവകലാശാല സെനറ്റിലേക്ക് ഈ ഒരു തലമുറയെ വാർത്തെടുക്കുന്ന ഇടങ്ങളിലേക്ക് ഇവരുടെ ആശയധാരകളെ കൊണ്ടുവരിക, അതിനുള്ള വിത്തുകൾ പാകുക എന്നുള്ളതാണ് ഇപ്പോൾ ഈ ഘട്ടത്തിൽ നടക്കുന്നത്. നമ്മൾ മുൻപ് നീലിമ ഇന്നലത്തെ യോഗത്തെക്കുറിച്ച് ആവർത്തിച്ചു പറയുന്നു. ഇതിൽ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം ആ യോഗം നിയമവിരുദ്ധമാണ് എന്നുള്ളതാണ്. അങ്ങനെ ഒരു യോഗം വിളിക്കാൻ ചാൻസലർക്കോ സർവകലാശാലയ്ക്കോ അധികാരമില്ല. ഇപ്പോൾ KTUBC നിയമനത്തിന്റെ സമയത്ത് അല്ലെങ്കിൽ ആ വിഷയം സുപ്രീം കോടതിയുടെ മുൻപാകെ വരുമ്പോഴാണ് കേരളത്തിനൊരു നിയമം അല്ലെങ്കിൽ ഒരു സ്റ്റേറ്റിനൊരു നിയമവും സെൻറ്ററിനൊരു നിയമവും തമ്മിൽ അതിനൊരു കോൺട്രാഡിക്ഷൻ വരികയാണെങ്കിൽ സെൻറ്ററിന്റെ നിയമമാണ്, കേന്ദ്രത്തിന്റെ നിയമമാണ് കൂടുതൽ പ്രാധാന്യം അല്ലെങ്കിൽ അതാണ് മുഖവിലേക്ക് എടുക്കേണ്ടത് എന്നൊരു വിധിയാണ് KTUBC നിയമനവുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ സുപ്രീം കോടതിയിൽ കണ്ടത്. അതിന്റെ അടിസ്ഥാനത്തിൽ ഇങ്ങനെയൊരു യോഗം വിളിക്കാൻ അനുമതിയില്ല എന്നുള്ളതാണ്. UGCയുടെ പ്രതിനിധി മാത്രമാണ് ഇത്തരത്തിൽ വരേണ്ടത്. അപ്പോൾ ഈ യോഗം തന്നെ നിയമവിരുദ്ധമാണ്. അങ്ങനെ നിയമവിരുദ്ധമായി യോഗം വിളിച്ചു ചേർത്ത ആളാണ് പ്രോ ചാൻസലർ അതിൽ പങ്കെടുത്തു എന്നതുകൊണ്ട് ആ പ്രോ ചാൻസലറെ ക്രിമിനൽ എന്ന് വിളിക്കുന്നത് എന്നുള്ളതാണ് ഇതിലെ കാര്യം. അതെ, ഗവർണറുടെ ചെയ്തികളും വാക്കുകളും അത് അപകടകരമാണോ എന്നൊരു ചോദ്യം വെച്ചാണ് നമ്മൾ ഈ ചർച്ച തുടങ്ങിയത്. ഗവർണർ സ്ഥാനം തന്നെ അനാവശ്യമാണ്. അത് കൊളോണിയൽ ഭരണത്തിന്റെ ഒരു ഹാങ് ഓവറാണ് എന്ന് നമ്മൾ പറഞ്ഞു. ഇപ്പോൾ നമ്മുടെ കാലത്താവട്ടെ ഗവർണർ എന്ന് പറയുന്നത് ഫാസിസം നടപ്പാക്കൽ ഉദ്യോഗസ്ഥനായി അധപ്പതിച്ചിരിക്കുന്ന ഈ കാലത്ത് ഗവർണർ പദവി അനാവശ്യമാണ് എന്ന് തന്നെ ഉറക്കെ പ്രഖ്യാപിക്കേണ്ട ഒരു സമയം വന്നിരിക്കുകയാണ്. അതുപോലെ തന്നെ ഒരു സർവകലാശാലയുടെ ചാൻസലറായിരിക്കേണ്ടത്
ഒരു രാഷ്ട്രീയ നിയമന പ്രക്രിയയിലൂടെ വന്ന ഗവർണറാണോ എന്ന ചോദ്യം കൂടി ഇവിടെ പ്രസക്തമാകുന്നുണ്ട്. ഒരു സർവകലാശാലയ്ക്ക് ഗവർണർ അല്ലാതെ ഒരാളെ ചാൻസലറാക്കാൻ അവസരം കിട്ടിയപ്പോൾ കേരളം ആക്കിയത് കേരള കലാമണ്ഡലത്തിൽ മല്ലിക സാരാഭായ് എന്ന് പറയുന്ന ഇന്ത്യയുടെ സാംസ്കാരിക അംബാസഡറായി എവിടെയും അവതരിപ്പിക്കാൻ കഴിവുള്ള ഒരു വ്യക്തിത്വത്തെ ആണ് എന്നത് ഓർക്കുക. ഈ വിഴുപ്പുപാണ്ഡം, ഗവർണറുടെ ചാൻസലർഷിപ്പ് എന്ന വിഴുപ്പുപാണ്ഡം നമ്മുടെ സർവകലാശാലകൾക്ക് മേൽ ഇല്ലായിരുന്നെങ്കിൽ സർവകലാശാലകൾ എങ്ങനെ നടത്തുമായിരുന്നു എന്നതിൻ്റെ തെളിവാണ് മല്ലിക സാരാഭായിയുടെ ആ നിയമനം എന്നുകൂടി ഞാനിവിടെ പറഞ്ഞു വെക്കുകയാണ്. ഗവർണർ വേണ്ട, ചാൻസലറായി ഗവർണർ വേണ്ട എന്ന മുദ്രാവാക്യം കേരളം ഉയർത്തേണ്ട ഘട്ടം, ഇന്ത്യയിലെ സംസ്ഥാനങ്ങൾ ഉയർത്തേണ്ട ഘട്ടം, അത് ഉയർത്തുന്നുണ്ട്. അത് കൂടുതൽ ഉച്ചൈസ്തരം ഉദ്ഘോഷിക്കേണ്ട ഘട്ടം ആയിരിക്കുന്നു എന്നാണ് പറയാനുള്ളത്. കേരളത്തിലെ കോൺഗ്രസിൻ്റെ ഒരു നിലപാട് ഒരുപക്ഷെ ഗവർണർ ചെയ്യുന്നതെല്ലാം പൂർണ്ണമായിട്ടും അതിനെ അംഗീകരിക്കും. ഇപ്പം നമുക്കറിയാം, ഒരു കാരണവശാലും ഈ പറയുന്ന ആൾക്കാരൊന്നും കേരള സർവകലാശാല സെനറ്റിലേക്ക് വരാൻ ഒരു കാലത്ത് നടക്കുമായിരുന്നില്ല ഈ ഗവർണർ ഇല്ലായിരുന്നുവെങ്കിൽ. ഒന്ന് ആലോചിച്ച് നോക്കിയാൽ മുൻകാലങ്ങളിൽ എപ്പോഴെങ്കിലും ഈ പറയുന്ന സംഘപരിവാരത്തിൻ്റെ ഏതെങ്കിലും ഒരാൾക്ക് ഈ മാത്രമല്ല, ഈ കഴിഞ്ഞ ദിവസത്തെ സെനറ്റ് യോഗത്തിൽ ഗവർണർക്കൊപ്പം നിൽക്കുന്ന ഒരു നിലപാടാണ് UDFന്റെ സെനറ്റ് അംഗങ്ങൾ സ്വീകരിച്ചത്. അങ്ങേയറ്റം ദൗർഭാഗ്യകരമായ ഒരു കാര്യമാണ്. ഗവർണർ എന്ന് പറയുന്നത് ഈ RSS അജണ്ട നടപ്പിലാക്കുന്ന കൃത്യമായ ഉപകരണമാണ് എന്നുള്ളത് UDFന് അറിയാം. ഈ സർക്കാരിനെയും LDFനെയും കരിവാരി തേച്ച് കാണിക്കാൻ ഒരവസരം എവിടെ കിട്ടുമോ അപ്പോൾ ഗവർണർക്കൊപ്പം നിൽക്കുക എന്ന അങ്ങേയറ്റം മോശപ്പെട്ട ഒരു നിലപാട് കാര്യത്തിൽ ശക്തമായ ഒരു പ്രതികരണത്തിന്, എന്തൊരു ഗവർണർക്കെതിരെ ആയാലും ഈ വന്നിട്ടുള്ള ആൾക്കാർക്കെതിരെ ആയാലും ഒരു പ്രതികരണത്തിന് പോലും അവർ തയ്യാറായിട്ടില്ല. എന്തായാലും കേരളത്തെ രക്ഷിക്കാനും സർവകലാശാലകളെ രക്ഷിക്കാനും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഗവർണർ വേണ്ട, ചാൻസലറായി ഗവർണർ വേണ്ട എന്ന ഒരു വാദം ഉയർത്തി, എന്നൊരു മുദ്രാവാക്യം ഉയർത്തി കേരളം പൊരുതേണ്ട ഒരു ഘട്ടമാണ്. സർവകലാശാലകൾ എന്ന് പറഞ്ഞാൽ അടുത്ത തലമുറ ഉണ്ടായി വരുന്നത് സർവകലാശാലകളിൽ നിന്നാണ് എന്ന് നമുക്കറിയാം. സർവകലാശാലകൾ ഇന്നത്തെ രീതിയിലുള്ള സർവകലാശാലകളായി മാറിയത് വലിയൊരു പോരാട്ടത്തിന് ശേഷമാണ്. 19-ാം നൂറ്റാണ്ടിൽ ഷെല്ലിയെയൊക്കെ നിരീശ്വരവാദം പ്രോത്സാഹിപ്പിക്കുന്ന ഒരു ലഘുലേഖ ഇറക്കി എന്നതിൻ്റെ പേരിൽ ഓക്സ്ഫോർഡ് സർവകലാശാല പുറത്താക്കുകയുണ്ടായി. അന്ന് സർവകലാശാലകൾ മതം മാത്രം പഠിപ്പിക്കാനുള്ളതാണ് എന്ന് കരുതിയിരുന്ന ഒരു കാലമാണ്. അതിൻ്റെ അപ്പുറത്ത് ഇതര സാമൂഹ്യ ശാസ്ത്ര ശാഖകളൊക്കെ പഠിപ്പിക്കേണ്ട സർവകലാശാലകളായി സർവകലാശാലകൾ മാറിയത് ഒരു വലിയ കുതിച്ചുചാട്ടം മാനവരാശി നടത്തിയതിൻ്റെ ഭാഗമായാണ്. വീണ്ടും അന്ധവിശ്വാസങ്ങൾ പഠിപ്പിക്കുന്ന, സ്പർദ്ധ പഠിപ്പിക്കുന്ന ഇടങ്ങളായി സർവകലാശാലകളെ മാറ്റാനുള്ള നീക്കം നമ്മൾ ചെറുക്കേണ്ടതുണ്ട് എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഒരു വാർത്തയിൽ നിന്ന് ഒരുപാട് മാനങ്ങൾ ചൂണ്ടിക്കാണിക്കുന്ന ഈ പരിപാടി, വി ദ പീപ്പിൾ എന്ന പരിപാടി, അതിൻ്റെ ഈ ലക്കം ഇവിടെ അവസാനിക്കുകയാണ്. നാളെ ഞങ്ങൾ വീണ്ടും മറ്റൊരു വിഷയവുമായി എത്തും വരെ നമസ്കാരം.